ടേബിൾ എത്ര വൃത്തിയാക്കിയാലും രണ്ടെണ്ണവും കൂടി ബെൽറ്റ് തൊട്ട് എല്ലാം മെസ്സാക്കി വെക്കുന്ന രണ്ട് പേർ. നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാനുള്ള കാര്യം, നമ്മൾ 22-ാം തീയതി ഹംഗേറിയിലേക്ക് എത്തി. എന്താണ് ഇതുവരെയ്ക്കും ഉണ്ടായ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് നമ്മൾ എന്താണ് വാട്ട് ഈസ് ഇറ്റ്, എന്തായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ഡീൽ ചെയ്തു, ആൻഡ് നിൻ്റെ ഗോയിങ് ഫോർവേഡ് എന്താണ് നിൻ്റെ ഒരു ഫീലിംഗ് ആൻഡ് ഹൗ ആർ തിങ്സ് ഇപ്പം എങ്ങനെ എന്ത് പറയണു? ഫസ്റ്റ് കർണാട്ടം പറയൂ സത്യസന്ധമായിട്ട്. അല്ല, എന്താ കാര്യം വെച്ചാൽ നമ്മൾ പലതും എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്, സ്റ്റാർട്ടിങ് ഫ്രം വെതർ, ഓക്കെ, ഒരു സമ്മർ എന്നുള്ള നിലയിൽ. സോ അതിനുശേഷം നമുക്കുണ്ടായ എക്സ്പീരിയൻസ്, അതിനുശേഷം നമ്മൾ ഒഫീഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സ്വയം നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കൺഫ്യൂഷനിലായിരുന്നു, പാരൻസ് എല്ലാവരും കൺഫ്യൂഷൻ. അതും ഈ കൊല്ലം ഒരു 40 to 50 മലയാളീസ് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ മച്ച് ഓഫ് കൺഫ്യൂഷൻസ്, ആരും പറഞ്ഞു തരാത്ത കൺഫ്യൂഷൻസ്. സോ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? കുറേ കാര്യങ്ങളുണ്ട്. യാ, സീരിയസ് സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചത്. എന്താ വെച്ചാൽ ഇതൊരു നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കളി തമാശ എന്നുള്ള നിലയിലാവരുത്. നാളെ വേറൊരാൾ ഇങ്ങടേക്ക് വരണു അടുത്ത കൊല്ലം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ദേ എക്സ്പെക്ട്? അതായത് കുറേ ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്ന് പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, നമ്മുടെ റഷ്യ വാറൊക്കെ തുടങ്ങിയതിന് ശേഷം അവിടെ ആദ്യം ഈസ്റ്റ് യൂറോപ്പ് ബേസ്ഡ് ആയിട്ട് കുറേ ഇന്ത്യൻസും മലയാളീസൊക്കെ കുറേ കുട്ടികളെ ഇപ്പോൾ മെഡിസിനും പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ഉക്രൈൻ, ജോർജിയ അങ്ങനത്തെ ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇത് തുടങ്ങിയതിന് ശേഷം ഐ ക്യാൻ സി അത് ഇപ്പം നടക്കില്ലല്ലോ. അതുകൊണ്ട് ദർ ഈസ് എ ഫർദർ പുഷ് ടുവേർഡ്സ് സെൻട്രൽ യൂറോപ്പ്. അതിൽ ഹംഗറിയാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ ഈ വർഷം ഇവിടേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന്. അതൊരു വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെക്കാട്ടിലും കൂടുതൽ, പ്രതീക്ഷയെക്കാട്ടിലും കൂടുതൽ ഇന്ത്യൻസും പിന്നെ മലയാളി, കുറച്ച് തമിഴ്, അവരൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ വേറൊരു അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പം മനു പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വേൾഡിൽ 250 യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിലുള്ള ഉള്ളിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടേക്കുള്ളൊരു റഷ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു 200 അഡ്മിഷനേ ഉള്ളൂ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ എ ഇയർ ടു സെമൽവേസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ 200 വേൾഡ് വൈഡ് 200 സീറ്റ്സേ ഉള്ളൂ. ഈ 200 സീറ്റ്സിൻ്റെ ഉള്ളിൽ കിട്ടണം. സോ യു നീഡ് ടു സ്കോർ വെൽ. നമുക്കിതിന് ഒരുപാട് പേര് നമ്മളുടെ കമൻസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, എൻട്രൻസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുപോയിട്ട്, എൻ്റെ കമൻറ്റിൽ തന്നെ മോൻ പോവുകയാണെന്ന് പറഞ്ഞതിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, നാട്ടിലത്തതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, എൻട്രൻസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്താണ് പറയുക, വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പൈസ കൊടുത്ത് ചേരുകയാണ് എന്നുള്ളതല്ലേ. എന്താ പറയുക, അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് സഹതാപമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ പഠിക്കാൻ എൻട്രൻസ് എഴുതിയിട്ടില്ല എന്നുള്ളതല്ല, ഈ യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിലും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. ആ എക്സാമിൽ പാസ്സാവണം. എത്രയോ കുട്ടികൾ കിട്ടാത്തതുണ്ട് ഇവിടെ. അല്ല, ഇയർ 13 തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ? എന്താണ്, ഫോർ എക്സാമ്പിൾ ഈ യൂണിവേഴ്സിറ്റിക്ക് ഇന്ന മാർക്സ് വേണം നിങ്ങൾക്ക് ഇയർ 13. അതേമാതിരി ഓരോ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. മാർക്ക് മാത്രം പോരാ, അതായത് ഈ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന് സ്കോർ ചെയ്യാനുള്ള what do you say, year 13 scores that much if you score really well on the entrance exam. And the problem is this entrance exam is one of the hardest in Europe because they test you on things you haven't even learned in school. So അപ്പോൾ നീ ഇപ്പോൾ സമൽവേസിലേക്ക് എഴുതിയ യൂണിവേഴ്സിറ്റിയിൽ എഴുതിയ ആ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് യൂറോപ്പിലത്തെ ഏറ്റവും ഹാർഡസ്റ്റ്, not ഏറ്റവും hardest, one of the hardest. I'm not going to say the hardest, but one of the hardest. Okay. ബേസിക്കലി ഇത് നമ്മൾ ഒന്നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇത് എടുത്താൽ മാത്രം പോരല്ലോ, ഇത് പഠിച്ചിറങ്ങണ്ടേ. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു കരിയർ വേണ്ടേ. അപ്പൊ അങ്ങനെ പൈസ ചെലവാക്കിയിട്ടുള്ള പരിപാടിയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുചെല്ലാം. And see, I have utmost respect for people who write NEET and do NEET, and I'm not saying it's like a wrong thing. I have the utmost. I know a few people from Dubai who've written NEET as well, and it's one of the one of the hardest exams in the world because that's how competitive it is. Yeah.
വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ഇപ്പോൾ ഡോക്ടർ പീതാംബരനായാലും ഈശ്വർ ആയാലും ഇവരൊക്കെ എൻട്രൻസ് എഴുതി പാസ്സായിട്ടുള്ള അവരോടുള്ള റെസ്പെക്ട് അത് മനു പറഞ്ഞ പോലെ ഒരിക്കലും മിസ്സാവില്ല. ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നീറ്റും എഴുതിയിട്ട് മറ്റേ എയിംസ് എന്നും എന്താ പറയുക എല്ലാവിടെ നിന്നും വരുന്ന മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുടെ കഴിവൊന്നും പുറമേ നിന്ന കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം അവർ ഈശ്വർ എന്ന് പറഞ്ഞ പോലെ അവര് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വിത്തൗട്ട് എനി എക്യുപ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെയൊക്കെ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഇപ്പോൾ കേരളത്തിലും മറ്റേ കോഴിക്കോടും തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവരുടെ മെമ്മറിയും കഴിവും വെച്ചിട്ടാണ്. അതുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ ഈ ഒരു പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് ഒരു 27+ കൺട്രീസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവന്. അത് പക്ഷേ ഓരോ രാജ്യത്തും ഇത് ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള മെഡിക്കൽ എക്സാം പാസ്സാവണം ഗവൺമെന്റ്. ഈവൻ ഇവിടെ നിന്ന് നമ്മൾ പാസ്സായി ഇറങ്ങിയാലും 27 അല്ല. It's so whenever you go to a university, you have to look at medical specifically. You have to look at one thing. Is the degree that is produced after 6 years recognized by the GMC? It's called the Global Medical Council. If you have a degree recognized by the GMC, you can work anywhere in the world. Only thing is that you have to pass like the entrance exam of that country. That's what. So in the Dubai there is, I think it's, I don't know what it is for the DHA. I know there's an exam there. For the US, it's the most famous one, the USMLE. If I want, after 6 years, I can even go work in India also by passing NEET PG also. അങ്ങനെയും ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പോൾ അതായത് നാളെ ഇതൊക്കെ പഠിച്ചിറങ്ങി ഞാൻ 27 എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഈ ഹംഗറിയുടെ ബേസിൽ അണ്ടർ ഹംഗറി ദർ ആർ 27 കൺട്രീസ് ആർ അസോസിയേറ്റഡ് വിത്ത്. കാരണം സോണിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സോണി ഓഫീസ് ഈസ് ഹാൻഡ്ലിങ് 27 കൺട്രീസ് ഫ്രം ഹംഗറി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ മനു പറഞ്ഞ പോലെ ഈ GMCയുടെ കോഴ്സ് ആദ്യം പാസ്സാവണം. അത് കൂടാണ്ട് ഈ ഓരോ രാജ്യത്തും അവരുടെ മെഡിക്കൽ എക്സാം പാസ്സായിട്ട് വേണം നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ആരൊക്കെ എങ്ങനെ, അതായത് നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്തിട്ട് മെഡിക്കൽ ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ കൊണ്ട് കൊടുത്തിട്ട് മെഡിക്കൽ ഡിഗ്രി എടുക്കുക, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ മാത്രമല്ല ഇത് എടുത്തു കഴിഞ്ഞാൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു play with someone's health. Exactly. So you can't take chance in this line. അതുകൊണ്ട് ഈ ഒരു ലൈനിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ യാത്രയാവുകയാണ്, അങ്ങനെ മോൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടതിൽ എന്താണ് പറയുക, കമൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നാട്ടിലേക്ക് വരില്ല ഇങ്ങനെയുള്ള കുട്ടികൾ, എന്താ വെച്ചാൽ പേടിയാണ്, ഇതൊക്കെ ഷോർട്ട് കട്ട് വഴി പോകുന്ന ആൾക്കാരാണ് എന്നുള്ള ആ ഒരു ലൈനിൽ അല്ല മറുപടി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ യുനോ ലൈക്ക് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരി. ആൻഡ് ഇനിയിപ്പോ നമ്മളിവിടെ എത്തി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് മനു ഇവിടെ ഒരു ഇപ്പൊ ഹംഗറിയിൽ തന്നെ അന്ന് നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ 4 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ ഡെബ്രസൻ ഉണ്ട്, ഇത് നമ്മുടെ സെമൽവൈസ് ഉണ്ട്, സെഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത് പറഞ്ഞ പേജ് അങ്ങനെ ഉണ്ട്. അപ്പം ഇതൊക്കെ നല്ല തന്നെ ഡിഫറെൻറ്റ് റാങ്കിങ്ങിൽ നിൽക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഫൈനലി ബേസ്ഡ് ഓൺ ഹിസ് റിസർച്ച് ഹി ഫൗണ്ട് ഡെബ്രസൻ ഈസ് ഗുഡ് ഫോർ ഹിം. ആൻഡ് നമ്മൾ വന്നതിന് ശേഷം നോ റിഗ്രറ്റ്സ്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പോയി കണ്ടു, മറ്റേ എത്രയോ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പഠിപ്പിക്കണം. വി ആർ ലക്കി. കാരണം മനു അവരുടെ താഴെ പോയി പഠിക്കുക എന്നുള്ളത്. ഇപ്പം എന്താണ് ഇന്നലെ പറഞ്ഞ ഡോക്ടർ ബെർക്ലിയാണ്. So Semmelweis itself is known as the savior of mothers because he was the one who started to treat postpartum infections and made that very simple. So many of these UTIs or whatever you get postpartum. Obviously, I've not learned that far. Another one is Professor Bella Merkley. I have been looking into his research and it's remarkable that he's going to be my teacher for this year. So അതൊരു ബ്ലെസ്സിങ് ആണ്. അതായത് നമുക്ക് ഇത്രയും ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഹീസ് എ സയന്റിസ്റ്റ് ഓൾസോ. കൊറോണ വൈറസിന്റെ എന്തോ during corona the 2020 Semmelweis was the one who provided research on its vaccine. So if it's been able to be part of the global stage in terms of universities like Harvard etc., it's a good university at the end of the day. So
Yeah. It's a privilege. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാന്നുള്ള പ്രിവിലേജ് ഉണ്ട്. അതായത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മനുവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട്, കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ടഫ്. യെസ്. അപ്പോൾ അത് ആ ഒരു എക്സ്പെക്ടേഷൻ മാത്രം ഇന്ന് എൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുള്ളൂ. ആ പ്രഷർ നമ്മൾ എത്രത്തോളം ഹാൻഡിൽ ചെയ്യണം. കാരണം നമ്മുടെ ആ ഹാൻഡിൽ ചെയ്താൽ മാത്രം പോരാ, ഓരോ ദിവസവും ഇപ്പോൾ അന്ന് അതിൽ അവർ പറഞ്ഞ പോലെ നമ്മൾ നാളെ ലാബിൽ അഡ്മിഷൻ വേണമെങ്കിൽ അവരുടെ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം യു നീഡ് ടു ആൻസർ 3 out of 5, then only you are allowed to enter into the lab. So they won't let you go in without knowing what you are going to do. So there are some questions or theories, they have to prepare well before getting to this. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് മെഷേഴ്സ് ഉണ്ട്. വെരി ഈസി ടു ഗെറ്റ് ഡൈവേർട്ടഡ്. ഇറ്റ്സ് എ ബിഗ് സിറ്റി. സോ അവൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ ഹീ ഷുഡ് ബി റിയലി ഫോക്കസിങ് ഓൺ സ്റ്റഡീസ്. അതൊക്കെ വെച്ചിട്ട് അത് ആ ഒരു പ്രോമിസാണ് നമ്മൾ മനുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ. ആൻഡ് ഇത് ആസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ ഇവിടെ വന്നതിന് ശേഷം വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ആസ് എ പാരൻറ്റ്? നിങ്ങളൊരു പുതിയൊരു പാരൻറ്റ് എന്നുള്ള നിലയിൽ വരാൻ പോകുന്ന കുട്ടികൾക്ക് വാട്ട് വിൽ ബി യുവർ അഡ്വൈസ്? ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് പല ആൾക്കാർക്കും ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ണേട്ടൻ എന്താണ് ആസ് എ പാരൻറ്റ് ഇപ്പോൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തത്? നമുക്ക് കേട്ടിട്ട് വന്നതല്ല നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്തത് അല്ലേ, പലതും. അപ്പോൾ ആസ് എ ന്യൂ പാരൻറ്റ് what advice will you give for the parents who are looking forward to come here? What do you expect? What should they expect? What should be they ready for? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ പാരൻറ്റ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ പാരൻസ് ഒരു കുട്ടിയെ ഇവിടേക്ക് വിടുമ്പോൾ, ഇതുപോലത്തെ ഒരു സിറ്റിയിലേക്ക് വിടുമ്പോൾ, ഒരു വലിയ സിറ്റിയാണ്. അപ്പോൾ അവരൊരു കൺസേൺ ഫസ്റ്റ് പറഞ്ഞത് സേഫ്റ്റി ആയിരിക്കും. അവിടെയാണ് നമ്മൾ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ സെൻറ്റ് ലൂയിസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള അക്കോമഡേഷൻ ആയിരിക്കും ഏതൊരു പാരൻറ്റും ആദ്യം അന്വേഷിക്കുക. അവിടെയാണ് നമ്മൾ കണ്ട ഡീൻസ് ഹോം എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടത്. വി ഫൗണ്ട് ഇറ്റ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. പക്ഷേ അവിടെ ചില പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വേറെ എവിടെയും പോകണ്ട. ഡീൻസ് ഹോം യൂണിവേഴ്സിറ്റി തമ്മിൽ അടുത്തടുത്താണ്. അവിടെ അക്കോമഡേഷൻ എടുത്തു കഴിഞ്ഞാൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ മുമ്പിൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ സേഫ്റ്റി വൈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ സിറ്റി. വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനദർ ലേണിംഗ് ഫോർ അസ് വാസ് ഡീൻസ് ഹോമിൻ്റെ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയും ആ ബിൽഡിംഗ് മാത്രമല്ല, ദർ ആർ അതർ ബിൽഡിംഗ് ലൈക്ക് അനാറ്റമി, പിന്നെ വേറെയും നെറ്റ് ബിൽഡിംഗ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവർ പോയി പഠിക്കണം. ചിലർ പറയണു ഫസ്റ്റ് ഇയർ അതില്ല എന്ന് പറയണു, ചിലർ പറയണു ഫസ്റ്റ് ഇയർ ഉണ്ടെന്ന് പറയണു. ഐ ഡോണ്ട് നോ വെൻ ഹി സ്റ്റാർട്ട്സ് വിൽ ലേൺ. ബട്ട് ഇനീഷ്യലി വെറെവർ യു ആർ സെറ്റിംഗ് അപ്പ്, അവിടുന്ന് ഒരു മൂവ് അറൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും സിറ്റിയിലുണ്ട്, ട്രാമായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കേണ്ട, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. പിന്നെ ആകെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ വിചാരിച്ചു നമ്മളിവിടെ വന്ന ഉടനെ ഫസ്റ്റ് ഡേ രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് റെസിഡൻറ്റ് പെർമിറ്റ് കൈ കിട്ടും, നമുക്ക് കിട്ടിയില്ല. ദെൻ വി ഹാഡ് ടു ഗോ ത്രൂ മൾട്ടിപ്പിൾ ഓഫീസസ്. അപ്പോൾ ഞങ്ങളിതിൽ സംസാരിക്കുകയായിരുന്നു മനുവിനോട്. നമ്മൾ ആദ്യം വിചാരിച്ച പോലെയല്ല. ദർ ഈസ് എ റെസിഡൻറ്റ് പെർമിറ്റ്, ദർ ഈസ് എ സ്റ്റുഡൻറ്റ് കാർഡ്. അത് രണ്ട് സ്ഥലത്ത് പോയിട്ട് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ദെൻ ദർ ഈസ് എ ബാങ്ക് അക്കൗണ്ട് ചെയ്യാനും ദേ കോൾ ഇറ്റ് റെസിഡൻറ്റ് കാർഡ് ഓർ വൈറ്റ് പേപ്പർ. അതിലൊരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ. അത് നമുക്ക് ഐഡിയലി ചിലവർക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ബാർകോഡ് കിട്ടുന്നത്. ഫോർ ദോസ് ഹു ആർ കമ്മിങ് ഫ്രം UK, യൂറോപ്പ് ഓർ സിംഗപ്പൂർ, അവർക്കൊക്കെ വിസ ഓൺ അറൈവലാണ്. അപ്പോൾ അവരിവിടെ വന്നതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ദുബായിൽ അബുദാബി എംബസിയിൽ നിന്ന് ഓൾറെഡി ബാർകോഡ് കിട്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ബാർകോഡ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഐ തോട്ട് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് വിസ. ഫസ്റ്റ് ദാറ്റ് കംസ് ദെൻ വിസ കംസ്. പക്ഷേ ഇതായിരുന്നു ഇമ്പോർട്ടൻ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്ന ഉടനെ റെസിഡൻറ്റ് പെർമിറ്റ് ആൻഡ് അഡ്രസ് കാർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ദീസ് 2 things you need to have in your hand. UAE നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ VFS വഴിയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അബുദാബി കോൺസുലേറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു QR കോഡോട് കൂടിയിട്ടുള്ളൊരു ലെറ്റർ വരും. ആ ലെറ്ററാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ അതൊരു പാർട്ട് എന്ന് മാത്രം വിചാരിച്ചതാണ്. പക്ഷേ അത് അല്ല സംഭവം. നിങ്ങൾക്ക് ആ ലെറ്റർ വരുന്നതാണ് നിങ്ങളുടെ
നിങ്ങൾക്ക് ആ ലെറ്റർ വരുന്നതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ QR കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങൾക്കും. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു. അതാണ് ഒരു ലേണിംഗ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ വ്യത്യാസമായിട്ട് ഇത് ഈ കാര്യം നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഏജന്റ് അവർക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നില്ല. അപ്പോൾ എജുസ്കോപ്പ് വഴിയാണ് നമ്മളിവിടെ വന്നത്. വന്നത് ഇൻ ദ സെൻസ് എജുസ്കോപ്പാണ് നമുക്ക് ഗൈഡ് ചെയ്തത്. പക്ഷേ എജുസ്കോപ്പിൻ്റെ ഇവരും നമുക്ക് അവരോട് പോയിട്ട് എജുസ്കോപ്പിനോട് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് പോയിട്ട് ഇതൊക്കെയാണ് നമുക്ക് ഇതേമേ ടേക്ക് ഇറ്റ് ആസ് അവരുടെ ഫീഡ്ബാക്ക് പോലെ. അത് ഞാൻ പോയിട്ട് അവരുടെ ഓണറിനെ പോയി കണ്ടിട്ട് സംസാരിക്കണമെന്നുണ്ട് എനിക്ക്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ അക്കോമഡേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അഗെയിൻ ഡീൻസ് ഹോം അല്ലാതെ നിയർ ബൈ ഏരിയാസാണ് നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുക. അപ്പോൾ ചിലവർ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച്, ചിലവർ വെച്ചാൽ 2 ബെഡ്റൂം എടുത്തിട്ട് 2 റൂമിൽ അക്കോമഡേഷൻ, പിന്നെ അവരുടെ സൗകര്യം പോലെ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച്. ഫോർച്ചുനേറ്റ്ലി വി മാനേജ് ടു ഗെറ്റ് ദിസ് വൺ വിച്ച് ഈസ് ഗുഡ് വൺ. പിന്നെ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, എത്ര സ്റ്റാർട്ട് ചെയ്യും? അതായത് ഒരു DC അത് ഓരോരുത്തർ പോക്കറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ there are dormitory available even from €300, €400 to €1,000. അതിൽ 2 ബെഡ്റൂമിൻ്റെ എടുക്കുകയാണെങ്കിൽ ആവറേജ് ഇപ്പോൾ ഞാൻ നോക്കിയത് പ്രകാരം ഒരു €1,200, €1,000 ഉള്ളിൽ 2 ബെഡ്റൂം, നടുക്ക് ഹോൾ എംറ്റി, കോമൺ കിച്ചൺ, ബട്ട് ഇൻഡിവിജ്വൽ ബാത്റൂം. അതിലൊരു പെർ ഹെഡ് അപ്പോൾ ഷെയറിംഗ് ആണെങ്കിൽ പെർ ഹെഡ് ഒരു €500-600 വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഡീസൻറ്റ് ആൻഡ് ക്ലോസ് ടു യൂണിവേഴ്സിറ്റി യു ക്യാൻ ഗെറ്റ്. അല്ല നമ്മൾ ഇൻഡിവിജ്വൽ പോവുകയാണെങ്കിൽ മേ ബി €700 to €1,000 അതിൻ്റെ ഉള്ളിൽ വരും. ഒരു €50 to €60 ആവറേജ് മറ്റേ ഇത് വരും, നമ്മുടെ കറണ്ട് ബില്ല്, യൂട്ടിലിറ്റീസ് ആൻഡ് എക്സെട്ര, ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസേജ്. പിന്നെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ചീപ്പാണ് മറ്റേ ഇവിടെ വെച്ച് നോക്കണേക്കാട്ടിലും ദുബായ് UAE വെച്ച് നോക്കുമ്പോൾ. പിന്നെ മന്ത്ലി എക്സ്പെൻസ് എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഇപ്പോൾ കുക്കിംഗ് ചെയ്യണ ഒരാൾക്ക് എനിക്ക് ഒരു അനദർ €200 ഉള്ളിൽ മാനേജ് ചെയ്യാൻ. മെട്രോ കാർഡ് ഇവർക്ക് സ്റ്റുഡൻറ് കൂടെ 30-40 ദിറംസേ പെർ മന്ത് വരുള്ളൂ. അതൊരു അൺലിമിറ്റഡ് ട്രിപ്പ്. മനു വിൽ ടേക്ക് 2 മെട്രോ 7 minutes ഫ്രം ഹിയർ ടു യൂണിവേഴ്സിറ്റി. ഞങ്ങൾ മെയിനായിട്ട് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ നടന്നു പോകുന്നതിനെക്കാട്ടിലും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ സമ്മർ കാണണ്ട, ഇനി വരാൻ പോകുന്ന സീസണാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ ഒരു മെട്രോ ആക്സസ്, അതേമാതിരി 24 hours ട്രാം ആക്സസ് ആണ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വീട് സെലക്ട് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് വെരി ഗുഡ്. എന്താ വെച്ചാൽ ഇവിടുന്ന് അവന് പോകാനുള്ള പല കാര്യങ്ങളും അവന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഇതൊക്കെ ഞാനതാ പറഞ്ഞു, ഇതൊക്കെ ഓരോ ചോയ്സ് ആണ് ഓരോരുത്തരുടെ. ഇപ്പോൾ ചിലർ വിചാരിക്കും ഐ പ്രിഫർ വാക്കിംഗ് റാദർ ദാൻ ടേക്കിംഗ് മെട്രോ. മനുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് 2 മിനിറ്റ് മെട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കണക്ഷൻ നേരെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ. അപ്പോൾ ഹി വിൽ ടേക്ക് 2 മെട്രോ ആൻഡ് വൈൽ കമ്മിങ് ബാക്ക് ഓൾസോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കോർവിൻ എന്ന് പറഞ്ഞൊരു ഏരിയയുടെ അടുത്ത് ചുറ്റുവട്ടം, കോർവിൻ പ്ലാസ, അതിൻ്റെ കോർവിനാണ് സെൻറ്റർ, അതിന് ചുറ്റുവട്ടത്താണ് ഈ സംഭവങ്ങളൊക്കെ. ഇപ്പം നമ്മളന്ന് കണ്ട പോലെ ബൂദാപെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പെസ്റ്റും മറ്റേ ഭാഗത്ത് ബൂദയാണ്, ആ റിവറാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പെസ്റ്റിലാണ് ഈ സംഭവങ്ങളൊക്കെ. അതിൽ ഡിസ്ട്രിക്ട് 8, ഡിസ്ട്രിക്ട് 9 എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഡിസ്ട്രിക്ട്സാണ്. ഡിസ്ട്രിക്ട് 8, ഡിസ്ട്രിക്ട് 9 ഈ 2 ഡിസ്ട്രിക്റ്റിൻ്റെ ഏതിൽ അടുത്താണെങ്കിൽ എടുത്താലും ഈ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുവട്ടം തന്നെയായിരിക്കും. സോ ഫോറിൻ കറൻസിയാണ് ഇവിടെ. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ഒരു 250,000 foreign to 350,000 foreigns, which is like 1 dirham is almost 100 foreign. So 2,500 dirham to 3,000 dirhams ൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അക്കോമഡേഷൻ കിട്ടും, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ കിട്ടും. പക്ഷേ സോ ഫാർ ടച്ച് വുഡ് ഇറ്റ്സ് എ വെരി സേഫ് സിറ്റി, പേടിക്കാനേ ഇല്ല, എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. ഓക്കെ, സോ മോൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ പല കാര്യങ്ങൾ നീ അറ്റൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ, എന്താണ് പലതും പോയി, ഇനി ഇതാ പോവാൻ പോകുന്നു. ആൻഡ് 8ാം തീയതി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പല ആക്ടിവിറ്റീസ് നീ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ്, വാട്ട് ഡു യു ഫീൽ ആൻഡ് വാട്ട് ഡു യു ടെൽ ഫോർ ദ ന്യൂ പീപ്പിൾ ഹു ആർ കമ്മിങ്? മെനി ഓഫ് ദം ആർ പ്ലാനിങ്. ഓക്കെ. I mean, nothing much. Okay, firstly, study well to get into this position. Firstly, I'm very grateful to be here, and second of all, the city is great. I can only thing which I would be
noteful of is, for me, after living in Dubai for so long, we used to a lot of new culture shocks. Like, I will go into details of public drinking, PDA. That's for things which I've seen here. So, for example, when I'm walking to the university alone and I'm walking to the metro, you will see PDA, public drinking. The party culture here is a lot. You should also know that at like beyond 9 p.m., the city is quiet. You should, like, for me, I'm going to plan myself in the way that I should be home by like at least 6-7 p.m. Or else, I would stay at the university, study there, and then come home via taxi or something. So the taxi thing, here it's Bolt or whatever. Know the transportation lines. Like, for example, Apple Maps is very good for me. I've been looking at the transportation lines there and just know the city in general, have a good idea, and research a lot. See, thankfully, whenever I applied, I got in. So, but for me to make a collective decision, I know that I always sat Amanacha down, went through the options. You see, like 2-3 months ago, we were decided on a university that's around 2 hours away from here. But then, looking at the ranking, fees, and overall trajectory on where I should be, like 12 years from now, would that university be as good as this one? I'm not saying that Debrecen is very, very bad. It's still one of the best universities in Hungary in general. It's the second best. So like looking at that, I was like, damn, maybe 12 years from now, would this university provide me a good opportunity, or would that university provide me a good job opportunity? Then I used AI as well, just make me a good spreadsheet and a good presentation, and in the end make a collective decision. So my main goal is to say that, do research before coming. Ensure that the university that you choose is perfect for you, and it doesn't have to be a copy paste of everything. Then, like Dad said, do research on the country's requirements as in general. Like, I wouldn't wish government offices on my worst enemy. That has taught me, to control my tongue whenever I go to ക്ഷമ ഏത് ഓഫീസിൽ പോയാലും show your annoyance, nothing. നമ്മള് ഇപ്പൊ ഒരു മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോ എല്ലാം സ്പൂൺ ഇതാണ് റെഡിയാണ്. എല്ലാം എവറിത്തിങ് ഈസ് സെർവ്ഡ് സോ ഫാർ. ദുബായിനെ സംബന്ധിച്ചിടത്തോളം ദുബായ് നമ്മളെ പാമ്പർ ചെയ്തിട്ട് അങ്ങോട്ട് ഇതാക്കുകയാണ്. ഇതിപ്പോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നു, ആൾക്കാർ വിശ്വസിക്കുന്നു, ലൈക്ക് ഓ വാവ് ഇറ്റ്സ് സോ ഈസി. നോ, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓരോന്നും കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് രാജ്യത്ത് പോയി സെറ്റിൽ ആവാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടാവും. പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് പക്ഷെ ലക്കിലി എനിക്ക് തോന്നുന്നു ഇസ്താൻബുളിനെക്കാട്ടിലും ഇവിടെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ മനുവിനോട് പറയായിരുന്നു, നമ്മൾ 15 കൊല്ലം മുമ്പ് കെനിയയിൽ പോയി. അവിടെ ഇതേ ഇമിഗ്രേഷൻ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ അന്ന് ബയോമെട്രിക്സോ ഒന്നുമില്ല. അന്ന് ഈ മഷി കയ്യിൽ മുക്കിയിട്ട് നമ്മൾ ഇതേ കയ്യിൽ ഓർമ്മയില്ല. അപ്പൊ ഇപ്പൊ അത് പോയി. പക്ഷെ ഇസ്താംബുളിൽ നമ്മൾ പോണത് 2014, which is again 10-11 years ago. ഇപ്പൊ ഇസ്താംബുൾ മാറിയിട്ടുണ്ടാവും ആൾക്കാർ സംസാരിക്കാൻ. എനിക്ക് വളരെ ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ആ ഒരു കാര്യമാണ്. പിന്നെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഓരോ സംഭവങ്ങൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കണം. പിന്നെ ബിക്കോസ് നമ്മൾ ഒരു രീതിയിൽ വളർന്ന ആൾക്കാരാണ്. അത് ലോങ് റണ്ണിൽ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും നമ്മുടെ കൾച്ചറിൽ നമ്മൾ കഴിച്ചു വളർന്നത് തന്നെ നമുക്ക് കുട്ടികൾ ഇതാവുള്ളൂ. അഡ്ജസ്റ്റ് ആവുമായിരിക്കും. പക്ഷെ എന്താ സംഭവിക്കണെന്ന് നമ്മളെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാരും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സീനിയറായിട്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും. നമുക്ക് നമ്മുടെ ടൈം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ദേ വിൽ മേക്ക് യു വെയിറ്റ്. ദേ വിൽ യു ഫീൽ ലൈക്ക് ഇറ്റ്സ് എ സ്മോൾ തിങ് യു ഷുഡ് ഹാവ് ഡൺ വിത്തിൻ നോ ടൈം. ബട്ട് ദർ ഈസ് എ അല്ല, ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയിരുന്നെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ് തൊട്ട് ഇരിക്കുന്ന എന്താണ് പറയുക, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാഷ്യേഴ്സ് തൊട്ട് ശ്രദ്ധിച്ചു നോക്കൂ, എത്ര വയസ്സായിട്ടുള്ളവരായിരിക്കണേ. അല്ല, അത് ഒരു ഏജിങ് പോപ്പുലേഷനാണ്. പിന്നെ ഇപ്പോൾ ടോക്കിയോയിലൊക്കെ നമ്മൾ പോണ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, നമ്മളെ പിക്ക് ചെയ്യാൻ പറഞ്ഞ ടാക്സി ഡ്രൈവർ മേ ബി 65-68 അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ക്ലീൻ ചെയ്യുന്ന ആ ലേഡി 8 മണിക്ക് അവർ നമ്മളോട് സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് പോകാൻ കാരണം എന്താ വെച്ചാൽ 8 മണിക്ക് ക്ലോസ് അത് ഷോപ്പ് അടച്ച്
അവർക്ക് തിരിച്ചു പോകണം. അവർക്ക് ആ 8 മണി എന്നുള്ള 8 മണിയാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ മോർണിംഗ് 9 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 9 o'clock ഷാർപ്പ് അവരുടെ വർക്ക് തുടങ്ങിയിരിക്കും. അപ്പോൾ അവർക്ക് ആ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ്. അവർ അത് ഏജ് ഫാക്ടറാണ് കാരണം. അവർക്ക് 9 മണിക്ക് വീടെത്തണം, ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം, കിടക്കണം. അത്രയും ഇതായിട്ടാണ് അവർ പോകുന്നത്. ആ ഒരു വലിയൊരു ഏജിങ് ഉണ്ട് നമുക്ക്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത്ര ദിവസം ഇരുന്നതിൽ എന്താണ് ഒരു 8:30, 9 ശേഷം സിറ്റി ക്വയറ്റാണ്. മനു പറഞ്ഞ മാതിരി ഭയങ്കര ക്വയറ്റാണ്. Very, very quiet. അതുകൊണ്ട് anyone. I know most of the shops also, like shopping malls, you know, in like Dubai, I'm saying, because I've lived there, it's like Dubai culture, like even after 12-1, you'd still see people moving. ഞാൻ അബുദാബിന്ന് തിരിച്ചു വരുന്നതോ 12:45 1 മണിക്കാണ്. ഇവിടെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഭയങ്കര തനിമയായിട്ട്. അതാണ് ദുബായ്. നമ്മുടെ കൺവീനിയൻസ് ഭയങ്കര അതാണ് ദുബായിൽ. അതായത് നമുക്ക് ഏത് പാതിരാത്രിക്കും പ്രശ്നമില്ല. അതൊരു വേറെ ഈവൻ ഒരു രാജ്യത്ത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഐ മീൻ ഒരു രാജ്യത്ത് ഗൾഫിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു ഈസി. എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ 9 ആണ് അവിടെ. അല്ല, ആൾക്കാരെ ജോലി ചെയ്ത് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പോലും വീക്കെൻഡിലില്ലെങ്കിൽ വീക്കെൻഡിലില്ല. ഇല്ല, അതാണ്. ഞായറാഴ്ച കണ്ടില്ലേ ഒരൊറ്റ മനുഷ്യനില്ല, ഒന്നുമില്ല. 8 മണിക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ 7:45 നിങ്ങളുടെ അടുത്ത ആൾ വന്ന് നിൽക്കുകയാണ്. ലൈക്ക് നമ്മൾ അടയ്ക്കാൻ പോവാണ്, വേഗം കഴിച്ചോളൂ എന്നുള്ള നിലയിൽ. സോ യെസ്, എന്താ വെച്ചാൽ ഇവിടെ ഏർലി ഡിന്നർ കാര്യങ്ങളൊക്കെയാണ്. ശരി, ഇതൊക്കെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. ഷെഫ് വിനിയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിട്ട് എന്താ ഇപ്പം താങ്കൾ കഴിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ അവിലുപ്മാവ് കഴിക്കണമെങ്കിൽ അത് ഷെഫ് വിനിയാണ്. എവിടെയൊക്കെ പോയി കണ്ടുപിടിച്ച് നമ്മളിപ്പോ പാരലലി റിസർച്ച് ചെയ്ത പോലെ തന്നെ you also did your I've done your own research, moved compared whatever grocery stores are here to whatever's in Dubai, adjusting yourself in a way like, you know, my life will be convenient. I think ഇതാണ് നമ്മൾ മീഡിയ മാർട്ടിൽ പോയിട്ട് റൈസ് കുക്കർ, എയർ ഫ്രയർ എല്ലാം വാങ്ങിച്ച് state of the art elam for me to use for the next 6 years and ensure I don't starve while studying. So it is brilliant. Thank you, Chef Vinny. ഇന്നലെ മോരൊഴിച്ച കൂട്ടാനും വിശന്ന് വരുമ്പോ അങ്ങനെ പരവല്ല കഴിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ഇന്നലെ അത് രസമായി. ഇന്നലെ മറ്റേ ഇവിടെ പോയി ഞങ്ങള്. എന്താണ്, ആദ്യം ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി, അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷന് പോയി, പിന്നെ ബാങ്കിൽ പോയി. എല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് ഒരു 4 മണി. അപ്പം മനുവിനോട് ചോദിച്ചു, നമുക്ക് കഴിച്ചിട്ട് പോയല്ലോ, 4 മണിയായി. ഞാൻ പറഞ്ഞ അമ്മ ഉണ്ടാക്കി വെച്ചത് വാട്സപ്പിലുണ്ട്, നോക്കുമ്പോൾ പടവല, മോര്, ഉപ്പേരി. മനു പറഞ്ഞു എന്നാൽ വീട്ടിൽ പോയിട്ട്. പടവലയല്ല, പർവൽ. പർവൽ. എന്താ അതിൻ്റെ പേര്? പർവൽ. പേരൊന്നും അറിയില്ല. നന്നായിട്ട് one of my favorite vegetables, like genuinely. അമ്മ പറഞ്ഞു അത് they are going to love it. ഇന്നലെ ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് ഞാൻ അത് എടുക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു എൻ്റെ അടുത്ത്, നീ എത്രയാ എടുക്കണത്? ഞാൻ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുവന്ന് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. So simple. So like the first recipe I told mom to teach me was this one, because ഇവിടെ കിട്ടാണെങ്കിൽ like 2-3 powders and some salt and that's it, you're done. And it's like so nutrient packed, it's amazing. ആ വെജിറ്റബിൾ എന്തുമാത്രം ഇമ്പാക്റ്റ് അറിയോ? നമ്മള് അതൊരു ബംഗാളി ഡിഷാണ്. പക്ഷെ അതിലൊന്നും ഇല്ല എന്നുള്ളതാണ് പോകുന്നത്. ബേസിക്കലി മഞ്ഞപ്പൊടി, ഉപ്പ്, അതിനെ മൊരിച്ചെടുക്കുക എന്നുള്ള ടാസ്ക്. മറ്റേ മോര് കൂട്ടാൻ ഈ രണ്ടും കൊണ്ട് അച്ചാറും കൂടി ആണെങ്കിൽ പിന്നെ എന്താണ് കഴിഞ്ഞില്ലേ? അത് പിന്നെ എല്ലാ അച്ചാറും കിട്ടുന്നുണ്ട്, MTRന്റെ എല്ലാത്തിനും പ്രശ്നം. സോ ഇനി ഒന്നുമില്ല. സി അഗെയിൻ ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് ഒരാളെ അഡ്വൈസ് ചെയ്യണമെങ്കിൽ ഇനി ഫർദർ സ്റ്റഡീസിൽ കൂടി അത് സത്യം ആകെപ്പാടെ ഒരേ ഒരു കാര്യം അച്ഛയ്ക്കും അമ്മയ്ക്കും പറയാനുള്ളൂ, മോനെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും തന്നെ ഓർമ്മിപ്പിക്കണ മാതിരി ഭയങ്കര ഒരു ഇതായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മുഴുവൻ നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിച്ച് നിങ്ങൾ നന്നായിട്ട് വരിക എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ അച്ഛയ്ക്കും അമ്മയ്ക്കും ഇത്രയും നമ്മൾ എല്ലാം സഹിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ പലതും നമ്മളെ തന്നെ പ്ലാൻ ചെയ്ത് ഫിനാൻഷ്യലി പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും നിനക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ഇനി ആകെ ഒരു എക്സ്പെക്റ്റേഷനേ ഉള്ളൂ, മക്കൾ നന്നായി പഠിക്കുക.
ഇത് കൂടുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഒരു ആഗ്രഹവും ഇല്ല. എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് മുകളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ 6-ാം തീയതി അച്ചിയും കിച്ചുവും പോവും. പിന്നെയും ഞാൻ എൻ്റെ കൂടെ ആ ചെറിയ ചെക്കനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഓരോരുത്തരും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഫിനാൻഷ്യലി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ അറിയോ? നിനക്ക് ഇന്നേ ദിവസം വരയ്ക്കും നിനക്കൊരു റൂട്ട് മാപ്പ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നീ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ ഞാനൊരു റൂട്ട് മാപ്പ് ഇട്ട് നിനക്ക് തരും. അതായത് നിൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിനക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റണം. നീ ഹാർഡായിട്ടുള്ള രീതിയിൽ പോകരുത്. ആ ഒരു കൺവീനിയൻസ് നിനക്ക് ആക്കി തന്നു പോയാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും എന്താ വെച്ചാൽ എൻ്റെ ലൈഫ് ഇനി പാർഷ്യലി ദുബായ് പാർഷ്യലി ഹംഗറിയാണ്. എനിക്കത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്നെയും ഞാൻ ഒറ്റയ്ക്കാക്കില്ല, കിച്ചുവിനെയും ഞാൻ ഒറ്റയ്ക്കാക്കില്ല. അത് ഫോളോ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാലും വിരോധമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷ ഒന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ നന്നായി കാണാം. ഓക്കെ, സോ ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ഒഫീഷ്യലി സ്പീക്കിംഗ് ബിക്കോസ് അതെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.